കാര്യമാണ്. ഇവിടെ ദീനാണ് കേട്ടോ. ദീനിൽ നിന്നുകൊണ്ട് ജീവിക്കണം, മരിക്കണം. അതിന് നമുക്ക് ഇമാമിയങ്ങളുണ്ട്, അമ്പിയാക്കളുണ്ട്, ഔലിയാക്കളുണ്ട്. അവർ കാണിച്ചെന്ന റൂട്ടുണ്ട്. ഹബീബുനാ റസൂലുള്ളാഹി മുത്തുനബി പറഞ്ഞു, ഈ പോറ്റി വളർത്തിയ ഉമ്മയുടെ ജനാസ മരണത്തോട് മല്ലിടുന്ന ഉമ്മകൾക്ക് വെച്ച് യാസീൻ ഓതുക. അല്ലാ, ആ യാസീൻ ഇങ്ങനെ ഓതുമ്പോൾ എന്തൊരു സന്തോഷമാണ് സഹോദരങ്ങളെ. അല്ലാഹു തആലാക്ക് യാസീൻ കേട്ടിട്ട് എന്തൊരു സന്തോഷമാണ് റസൂലുള്ളാഹിക്ക്. അല്ലാ, ഫാത്തിഹ ഓതി തീർന്നപ്പോ മലക്കുകൾ നിറഞ്ഞു. യാസീൻ ഓതിയപ്പോ മലക്കൾ, ഖുർആൻ ഓതുന്നിടത്ത് റഹ്മത്തിന്റെ മലക്കൾ, ഹഫളത്തിന്റെ മലക്കൾ, കിറാമൻ കാത്തിബീങ്ങളായ മലക്കൾ, സയ്യാഹിങ്ങളായ മലക്കൾ, മുഅക്കരീങ്ങളായ മലക്കൾ, മലായിക്കത്തിന്റെ എണ്ണം നിറഞ്ഞു. അപ്പോഴാണ് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം ഉമ്മാന്റെ റൂഹ് പിടിക്കാനുള്ള ഓർമ്മമായിട്ട് ഇങ്ങനെ വരിക. അടുത്തേക്ക് ഇങ്ങോട്ട് എത്തി നോക്കുമ്പോ ഇവിടെ കാണുന്ന രംഗം എന്താണെന്നറിയോ? മലക്കൾ നിറഞ്ഞു നിൽക്കുക, യാസീൻ ഇങ്ങനെ ഓതുക. ഓ പ്രിയപ്പെട്ട സഹോദര, നമ്മളെ ഉമ്മയുടെ റൂഹിന്റെ, നമ്മളെ വാപ്പാന്റെ റൂഹിന്റെ അസ്റായീലിന്റെ കയ്യിലേക്ക് കളകളകളകളാന്ന് ജവന പിടിച്ച്, ജവനയിൽ നിറച്ചു വെച്ച വെള്ളം ഉണ്ടല്ലോ, ഞാൻ ജവന ഇങ്ങനെ ചരിച്ചു വെച്ച വെള്ളം നന്നായിട്ടുണ്ട് ഒഴുകി വരും. അസ്റായീൽ അലൈഹിസ്സലാമിന്റെ കയ്യിലേക്ക് യാസീനിൽ വന്നപ്പോൾ നമ്മുടെ ഉമ്മയുടെ റൂഹ് യാസീനിൽ പൊതിഞ്ഞു. മലക്കുകൾ യാസീനിൽ പൊതിഞ്ഞിട്ട് ഈ റൂഹുമായിട്ട് ഇങ്ങനെ പോകുക. ആകാശത്തേക്ക് കയറിപ്പോകുന്നോറും മലക്കുകൾ ചോദിക്കുന്നു, ആരുടെ റൂഹാണിത്? വല്ലാത്ത സൗന്ദര്യമുണ്ടല്ലോ, വല്ലാത്ത സുഗന്ധമുണ്ടല്ലോ, കസ്തൂരിയുടെ വാസനയുണ്ടല്ലോ. എടോ, നമ്മളെ റൂഹ് ഖുർആനിൽ പൊതിഞ്ഞു കൊണ്ടുപോകണോ? നമ്മളെ റൂഹ് യാസീനിൽ പൊതിഞ്ഞു കൊണ്ടുപോകണോ? സുന്നത്ത് ജമാഅത്തിൽ നിന്നോ, ബാപ്പക്കിത്തങ്ങളൊപ്പം നിന്നോ, പാലക്കാട് തങ്ങളൊപ്പം നിന്നോ, EK ഉസ്താദിന്റെ ഒപ്പം നിന്നോ, AP ഉസ്താദിന്റെ ഒപ്പം നിന്നോ, ഉള്ളാളത്തെ തങ്ങളൊപ്പം നിന്നോ, മുഹീദ്ദീൻ ശൈഖിന്റെ ഒപ്പം നിന്നോ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ മരണപ്രാളത്തിൽ കിടക്കുന്ന സമയത്ത് യാസീനോദന്ത എന്ന് പറയുന്ന ദീന് ആരുടെ ദീനാണോ? എവിടെ നിന്ന് കിട്ടിയ ഇസ്ലാമാണ്? ഇത് ചെറിയ കാര്യമാണോ സഹോദരിമാരെ? എന്തിനാണ് നമ്മൾ ഖുർആന്റെ വിശ്വാസികളായത്? നമ്മുടെ റൂഹ് യാസീനിൽ പൊതിഞ്ഞിട്ട് മലക്കുകൾ ഇങ്ങനെ കൊണ്ടുപോവുക. മലായിക്കത്ത് അത് കൊണ്ടുപോയിട്ട് ഇല്ലിയീൻ എന്ന സ്ഥലത്ത് അവിടെ പൊതിഞ്ഞു വെച്ചു. പിന്നെ ഇവിടെ ബാക്കിയുള്ളത് എന്താ? ജനാസ. ഈ ജനാസക്ക് കാവൽ നിൽക്കാൻ നിങ്ങൾക്ക് എന്താ പറ്റുക? നമ്മളെ മരുന്ന് ആ ശരീരത്തേക്ക് പിടിക്കോ? അവിടെയാണ് പറഞ്ഞത്, മരണാനന്തരം ആ മയ്യത്തിന് കണ്ണുകൾ അടച്ചു, കാലുകൾ കെട്ടി, മയ്യത്തിനെ തിരിച്ചു കടത്തി. ആ കിടത്തുന്നതോടുകൂടെ ഓതാൻ തുടങ്ങിക്കോ ഖുർആൻ. എന്റെ മരിച്ചു കിടക്കുന്ന വാപ്പാന്റെ ചുറ്റുഭാഗത്തെ മലക്കുകൾ കാവൽ നിൽക്കട്ടെ, മലക്കുകൾ കാവൽ നിൽക്കട്ടെ. പ്രിയപ്പെട്ട സഹോദര, മയ്യത്ത് കുളിപ്പിക്കാൻ വെച്ചു. മയ്യത്ത് കുളിപ്പിച്ചു കഴിഞ്ഞു. അൽ ഫാത്തിഹ, അതുവരെ ഓതിയ ഖുർആന്റെ ഖതമുകളുണ്ട്, ഓതിയ യാസീനുണ്ട്. വാപ്പാന്റെ മയ്യത്ത് വീട്ടിൽ നിന്ന് എടുക്കുമ്പോൾ ഖുർആനിൽ പൊതിഞ്ഞിട്ടാണ് എടുക്കുന്നത്. ഖുർആനിൽ പൊതിഞ്ഞിട്ടാണ് നമ്മളെ വാപ്പാന്റെ മയ്യത്ത് എടുക്കുന്നത്. വാപ്പമാരെ, ഉമ്മമാരെ, നിങ്ങളെ മയ്യത്ത് ഖുർആനിൽ പൊതിഞ്ഞിട്ട് കൊണ്ടുപോകണോ? മക്കളെ സുന്നത്ത് ജമാഅത്തിൽ നിർത്തിക്കോ, മക്കളെ സുന്നത്ത് ജമാഅത്തിൽ നിർത്തിക്കോ, മക്കളെ സുന്നത്ത് ജമാഅത്തിൽ നിർത്തിക്കോ. ഇത് രാഷ്ട്രീയ കച്ചവടമല്ല, ഇത് ഭൗതിക താല്പര്യമല്ല, ഇത് മറ്റേതെങ്കിലും ലാഭത്തിന് പറയുന്ന കാര്യമല്ല. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മുടെ മയ്യത്ത് വീട്ടിൽ നിന്നെടുക്കുമ്പോൾ അതാ ഖുർആനിൽ പൊതിഞ്ഞിട്ട് നമ്മുടെ ജനാസ കൊണ്ടുപോകുന്നു. ഇനിയോ മയ്യത്ത് പള്ളിയിലെത്തി. നിസ്കരിക്കണ കാര്യത്തിൽ ഇപ്പോ വഹാബികൾക്കും തർക്കല്ലേ? എന്താ മയ്യത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ? എന്താ മയ്യത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ? മയ്യത്ത് മുന്നിൽ വെച്ചു. എങ്ങനെ നിസ്കരിക്കല്? അല്ലാഹു അക്ബർ. എന്താ പറയാ? അൽ ഫാത്തിഹ അല്ലേ? അൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇഖ്റഉ അൽ ഫാത്തിഹ. നിങ്ങൾ ഫാത്തിഹ സൂറത്ത് ഓതി എന്നാണ് അൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ അല്ലേ? ശരി, മയ്യത്ത് നിസ്കരിക്കാൻ പറഞ്ഞു. അല്ലാഹു അക്ബർ നിസ്കരിക്കാൻ തന്നു. എന്താ ഓതുന്നത്? ഫാത്തിഹ. ഈ ഫാത്തിഹനെ അല്ല ചങ്ങായികളെ നമ്മൾ മരിക്കണിന് മുമ്പ് ഓതിയത്? ഈ ഫാത്തിഹനെ അല്ലേ നമ്മൾ മയ്യത്തിലിട്ട് അവിടെ ഓതിയത്? ഇവിടെ നിസ്കരിക്കാൻ നിന്നപ്പം ഈ ഫാത്തിഹ ഓതാമെന്നും പരീന്ന് മയ്യത്തെടുക്കുമ്പോൾ ഓതാൻ പാടില്ല. അതിനെന്താ അറിയുന്നത്? പ്രിയപ്പെട്ട സഹോദരന്മാരെ, എവിടെയാണ് കുഴപ്പം? എവിടെയാണ് തെറ്റ്? നമ്മളിത് വേറിട്ട് മനസ്സിലാക്കണം. എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കണം. ദീൻ എന്താണ്?
മയ്യത്ത് നിസ്കാരത്തിൽ എന്താണോ നടക്കുന്നത് അതെന്നെയാണ് നിസ്കാരത്തിന് മുമ്പ് നമ്മൾ നടത്തിയത്. മയ്യത്തെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഓതി ഫാത്തിഹ, അതേ ഫാത്തിഹ നിസ്കരിക്കാൻ വന്നപ്പോൾ ഓതി. അവിടുന്ന് ഫാത്തിഹ കഴിഞ്ഞിട്ട് ചെന്നീ സലാത്ത്, അതേ സലാത്ത് നിസ്കാരത്തിന്. അവിടുന്ന് നമ്മൾ വേർന്നു മയ്യത്തിന് വേണ്ടി മാത്രം, അതെന്നെയാണ് മയ്യത്തിന്റെ ദ്വാ. ഞമ്മക്കും മയ്യത്തിനും കൂടി അതിന്റെ മയ്യത്ത് നിസ്കാരത്തിന് ദ്വാ. ഹബീബ് മുഹമ്മദ് മുസ്തഫ ത്വാഹ റസൂലുള്ളാഹി. ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, ഈമാൻ കിട്ടി മരിക്കാതിരിക്കാൻ, മരിച്ച മയ്യത്തിന് ഒരു യാസീൻ പോലും കിട്ടാതിരിക്കാൻ, മരിച്ച മയ്യത്തിന് ഒരു ദുആ പോലും കിട്ടാതിരിക്കാൻ ഇനി പറയട്ടെ. മയ്യത്ത് നിസ്കാരം കഴിഞ്ഞു, ഈ മയ്യത്തെ എടുക്കാൻ കൊണ്ടോണം, കബറിലേക്ക് കൊണ്ടുപോകാം. കബറിലേക്ക് കൊണ്ടുപോയിട്ട് മയ്യത്ത് കബറിലേക്ക് താഴ്ത്തി വെക്കുന്നു. മയ്യത്ത് കബറിലേക്ക് താഴ്ത്തി വെക്കുന്നു. മയ്യത്ത് കബറിലേക്ക് താഴ്ത്തി വെച്ചാൽ ആദ്യം മണ്ണ് വാരി കബറിൽ കൊടുക്കും. അല്ലേ? എങ്ങനെയാണല്ലേ? എങ്ങനെയാണല്ലേ? നിങ്ങളൊന്നും പോയില്ലേ? ആദ്യത്തെ ഒരു പിടി മണ്ണ് കബറിലേക്ക് ഇടുന്നത് എങ്ങനെയാണോ? ഖുർആൻ മന്ത്രിച്ചുകാണ്ട്, ഖുർആൻ മന്ത്രിച്ചുകാണ്ടാണ് കബറിലേക്ക് ആദ്യത്തെ മണ്ണ് വാരി ഇടുന്നത്. അല്ലാതെ മയ്യത്ത് കബറിലേക്ക് ഇടുമ്പോ എങ്ങനെയാ വെച്ചാൽ മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖറാ. എടോ കബറിലേക്ക് ഇടുന്ന മണ്ണ്